നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവുമായി അമേരിക്ക. നിലവിൽ അമേരിക്കയിലുള്ള H-1B സ്റ്റാറ്റസിനായി സ്പോൺസർ ചെയ്യപ്പെട്ട അന്താരാഷ്ട്ര ബിരുദധാരികൾ കഴിഞ്ഞ മാസം ഏർപ്പെടുത്തിയ $1 ലക്ഷം ഭീമമായ ഫീസ് നൽകേണ്ടതില്ലെന്നാണ് പുതിയ പ്രഖ്യാപനം. F1 സ്റ്റുഡന്റ് വിസ ഉടമകൾ L1 ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറുകൾ, വിസ പുതുക്കുന്നതിനോ നീട്ടുന്നതിനോ അപേക്ഷിക്കുന്ന നിലവിലെ H-1B വിസക്കാർ എന്നിവരുൾപ്പെടെ സാധുവായ വിസയിൽ ഇതിനകം US-ലുള്ള ആർക്കും $1 ലക്ഷം ഫീസ് ബാധകമാകില്ലെന്ന് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഏറ്റവും പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി. മുമ്പ് നൽകിയിട്ടുള്ളതും നിലവിൽ സാധുതയുള്ളതുമായ H-1B വിസകൾക്കോ 2025 സെപ്റ്റംബർ 21 പുലർച്ചെ 12:01 മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾക്കോ ഫീസ് വർധന ബാധകമല്ലെന്നും ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. H-1B ഉടമകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനും പുറത്തുപോകാനും കഴിയുമെന്നും പ്രസ്താവനയിലുണ്ട്. ഫീസ് പ്രഖ്യാപനത്തിനു ശേഷം ഉയർന്നുവന്ന ഏറ്റവും വലിയ ആശങ്കകളിലൊന്നാണ് ഇതോടെ പരിഹരിക്കപ്പെടുന്നത്. F1 വിസയിൽ നിന്ന് H-1B ജോലിയിലേക്ക് മാറുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പോലെ സ്റ്റാറ്റസ് മാറ്റത്തിനായി അപേക്ഷിക്കുന്ന നിലവിലുള്ള വിദേശ പൗരന്മാർക്കും പുതിയ ഫീസ് അടയ്ക്കേണ്ടതില്ലെന്ന് USCIS സ്ഥിരീകരിച്ചിട്ടുണ്ട്. H-1B വിസ പ്രോഗ്രാമിന്റെ നട്ടെല്ലായ ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് പ്രഖ്യാപനം. നിലവിൽ ഏകദേശം 3 ലക്ഷം ഇന്ത്യൻ തൊഴിലാളികൾ H-1B വിസയിൽ US-ലുണ്ട്. അവരിൽ ഭൂരിഭാഗവും ടെക്നോളജി, സർവീസ് മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. US ഭരണകൂടത്തിന്റെ കണക്കുകൾ പ്രകാരം പുതിയ H-1B വിസകളിൽ ഏകദേശം 70% ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത്. 11-12% ചൈനീസ് പൗരന്മാരാണ് തൊട്ടുപിന്നിൽ. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് 3 വർഷം വരെ അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അവസരം നൽകുന്നതാണ് H-1B വിസ. ഇത് അടുത്ത 3 വർഷത്തേക്ക് കൂടി നീട്ടാനും സാധ്യതയുള്ളതാണ്. ഓരോ വർഷവും 85,000 പുതിയ വിസകൾ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് നൽകുന്നത്. മുമ്പ് കമ്പനിയുടെ വലിപ്പവും വിഭാഗവും അനുസരിച്ച് $215 മുതൽ $5,000 വരെയായിരുന്നു വിസ അപേക്ഷാ ഫീസ്. ഇതാണ് ട്രംപ് ഭരണകൂടം കുത്തനെ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാങ്കേതിക വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമകൾക്ക് ഏകദേശം 90 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഭീമമായ വാർഷിക ഫീസ് നിർബന്ധമാക്കിയ ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ ആഴ്ചകൾ നീണ്ട ആശയക്കുഴപ്പത്തിനു ശേഷമാണ് ഇപ്പോൾ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വർദ്ധിപ്പിച്ച ഫീസ് സെപ്റ്റംബർ 21 പുലർച്ചെ 12:01 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നറിയിച്ചത് ഇന്ത്യൻ തൊഴിലാളികൾക്കും US തൊഴിലുടമകൾക്കും ഇമിഗ്രേഷൻ അഭിഭാഷകർക്കും ഇടയിൽ കടുത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി. യുക്രൈൻ വിഷയത്തിൽ ഇരു നേതാക്കളും ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ 2 ആഴ്ചയ്ക്കകം ചർച്ച നടത്തുമെന്ന് കഴിഞ്ഞയാഴ്ച വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് കൂടിക്കാഴ്ച റദ്ദാക്കാൻ തീരുമാനിച്ചത്. ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് നിലവിൽ പദ്ധതികളൊന്നുമില്ലെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച റദ്ദാക്കിയതിന്റെ കാരണം വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയില്ല. വ്ളാഡിമിർ പുടിൻ തങ്ങളുടെ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറന്നാൽ പുടിനെതിരെ രാജ്യാന്തര അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കുമെന്ന് പോളണ്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഉച്ചകോടിക്കായി പുടിന് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുമതി നൽകാൻ തയ്യാറാണെന്ന് ബൾഗേറിയൻ വിദേശകാര്യമന്ത്രി ജോർജ് ജോർജിയേവ് അറിയിച്ചു. മോസ്കോയിൽ നിന്ന് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കുള്ള വ്യോമപാത പോളണ്ടിലൂടെയാണ് കടന്നുപോകുന്നത്. റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. രാജ്യത്തെ ഏറ്റവും വലിയ 2 എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനുമാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സത്യസന്ധമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനം കണ്ടെത്താനുള്ള ചർച്ചകൾക്കായി റഷ്യയ്ക്ക് നേരെയുള്ള സമ്മർദ്ദ ശ്രമങ്ങൾക്കിടയിൽ രാജ്യത്തെ ഏറ്റവും വലിയ 2 എണ്ണക്കമ്പനികളായ റോസ്നെഫ്റ്റിനെയും ലുക്കോയിലിനെയും ലക്ഷ്യമിട്ടിരിക്കുകയാണ് അമേരിക്ക. ഈ അർത്ഥശൂന്യമായ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ വിസമ്മതിച്ചാൽ റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്ന റഷ്യയിലെ ഏറ്റവും വലിയ 2 എണ്ണക്കമ്പനികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ട്രഷറി സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ കൈക്കൊള്ളാൻ തയ്യാറാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പുടിൻ തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സത്യസന്ധമായും നേരോടെയും ചർച്ചകൾക്ക് വന്നിട്ടില്ല.
ഓഗസ്റ്റിൽ ഇരു നേതാക്കളും അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഇറങ്ങിപ്പോയെന്നും US ട്രഷറി സെക്രട്ടറി പറഞ്ഞു. ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചകൾ എത്തിനിൽക്കുന്ന അവസ്ഥയിൽ പ്രസിഡന്റ് ട്രംപ് നിരാശനാണെന്നും അദ്ദേഹം പറഞ്ഞു. ബുഡാപെസ്റ്റിൽ നടക്കാനിരുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച മാറ്റിവെച്ച് ഒരു ദിവസത്തിനു ശേഷമാണ് ഉപരോധം പ്രഖ്യാപിച്ചത്. റഷ്യ-യുക്രൈൻ വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനാൽ അമേരിക്കൻ പ്രസിഡന്റ് നിരാശയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വർണ്ണാഭമായി സ്നേഹസങ്കീർത്തന ഭക്തിഗാന വിരുന്ന്. കേരളത്തിലെ നിർധനരായ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ധനശേഖരണാർത്ഥം ന്യൂജേഴ്സിയിൽ സംഘടിപ്പിച്ചതാണ് സ്നേഹസങ്കീർത്തന സംഗീത വിരുന്ന്. വിദേശത്തുള്ള മലയാളികൾക്ക് സ്വന്തം നാട്ടിലെ പെൺകുട്ടികളുടെ ഭാവി ഉയർത്തിപ്പിടിക്കാനുള്ള സുവർണാവസരമായി ഇത് മാറി. പ്രഭാതതാരം പോലെ വർണ്ണാഭമായി സ്നേഹസങ്കീർത്തനം ഭക്തിഗാന വിരുന്ന്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കേരളത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിനായി സംഘടിപ്പിച്ച ഭക്തിഗാന വിരുന്നാണ് സ്നേഹസങ്കീർത്തനം. സ്നേഹസങ്കീർത്തനം എന്ന പരിപാടി ഒക്ടോബർ 4 ശനിയാഴ്ച വൈകിട്ട് 3:30 സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ നടത്തപ്പെട്ടു. ടുഗെദർ ഫോർ ഹെർ ടുമോറോ പദ്ധതിയിലേക്കാണ് പരിപാടിയിലൂടെ സമാഹരിച്ച തുക മുഴുവനും മാറ്റിവെക്കുന്നത്. ഈ പദ്ധതി സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നതിനായാണ് ഉപയോഗിക്കുന്നത്. പ്രശസ്ത ക്രിസ്തീയ ഭക്തിഗായകൻ റോയി പുത്തൂർ, അനേകം ക്രിസ്തീയ ആൽബങ്ങളിലൂടെ പ്രശസ്തയായ മരിയ കലോടി, പിന്നണി ഗായിക മെറിൻ ഗ്രിഗറി, ക്രൈസ്തവ ഗാനരംഗത്ത് നിറസാന്നിധ്യമായ ഇമ്മാനുവൽ ഹെൻറി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ജോർജ് ജേക്കബ് സാമുവൽ, ഹരികുമാർ പണ്ടളം, എബി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ലൈവ് ഓർക്കസ്ട്ര ഈ സംഗീത വിരുന്നിന് മികവേകി. $25 ആയിരുന്നു ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്കും പുരോഹിതർക്കും സന്യസ്തർക്കും പ്രവേശനം സൗജന്യമായിരുന്നു. വിദേശത്തുള്ള മലയാളികൾക്ക് സ്വന്തം നാട്ടിലെ പെൺകുട്ടികളുടെ ഭാവി ഉയർത്തിപ്പിടിക്കാനുള്ള സുവർണ അവസരമായിരുന്നു ഇതെന്ന് സംഘാടകർ കൂട്ടിച്ചേർത്തു. കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ച് കത്തോലിക്ക തിരുസഭ. വരുന്ന ഒക്ടോബർ 28-നാണ് ലിയോ 14 പാപ്പ വിശുദ്ധ ഹെൻറി ന്യൂമാനെ കത്തോലിക്ക വിദ്യാഭ്യാസത്തിന്റെ മധ്യസ്ഥനായി ഉയർത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക. ക്രിസ്തീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗ്രാവിസിമം എഡ്യൂക്കേഷനിസ്റ്റിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വിശുദ്ധനെ ആഗോള തിരുസഭയിലെ ഔദ്യോഗിക മധ്യസ്ഥനായി ഉയർത്തുന്നത്. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായി ഉയർത്തുവാനുള്ള നീക്കങ്ങളിലേക്ക് തിരുസഭ. 2025 ഒക്ടോബർ 28-നാണ് വിശുദ്ധനെ തിരുസഭയുടെ വിദ്യാഭ്യാസത്തിന്റെ ഔദ്യോഗിക മധ്യസ്ഥനായി ഉയർത്തുന്നത്. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രഖ്യാപനമായ ഗ്രാവിസിം എഡ്യൂക്കേഷനിസ്റ്റിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചായിരിക്കും ഈ പ്രഖ്യാപനം നടത്തുക. മാത്രമല്ല, സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായ നവംബർ 1-ന് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ സഭയുടെ 38ാമത്തെ വേദപാരംഗതനായും പാപ്പ പ്രഖ്യാപിക്കും. അതേസമയം ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെ നടക്കുന്ന വത്തിക്കാന്റെ വിദ്യാഭ്യാസ ആഗോള ജൂബിലി ആഘോഷത്തിലായിരിക്കും വിശുദ്ധ തോമസ് അക്വിനാസിനൊപ്പം വിശുദ്ധ ന്യൂമാനെയും വിദ്യാഭ്യാസത്തിന്റെ ഔദ്യോഗിക സഹരക്ഷാധികാരിയായി പരിശുദ്ധ പിതാവ് നിയമിക്കുക. 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജനിച്ച അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ പകുതിയോളം കാലഘട്ടം ആംഗ്ലിക്കൻ സഭാംഗമായിട്ടായിരുന്നു ജീവിതം നയിച്ചിരുന്നത്. എന്നാൽ ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിവ് വന്ന് കത്തോലിക്ക സഭയെ പുലുകിയ അദ്ദേഹം വൈദികനാവുകയും 17 വർഷത്തോളം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ട്രിനിറ്റി കോളേജിൽ അധ്യാപകനായും യൂണിവേഴ്സിറ്റി സെന്റ് മേരീസ് ദൈവാലയത്തിൽ വൈദികനായും സേവനം ചെയ്തു വരികയും ചെയ്തു. ഇതിനിടയിൽ നോവലുകളും കവിതകളും ഉൾപ്പെടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധന്റെ ഏറ്റവും സുപ്രസിദ്ധമായ കവിതയാണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്നറിയപ്പെടുന്ന നിത്യമാം പ്രകാശമേ നയിക്കുക എന്നെ നീ ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ എന്നറിയപ്പെടുന്ന കവിത. ഏകദേശം 40ഓളം പുസ്തകങ്ങൾ എഴുതിയ അദ്ദേഹം കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനും വലിയ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. ഒരു മെത്രാനാകാൻ വിസമ്മതിച്ച അദ്ദേഹത്തെ പോപ്പ് ലിയോ 13 1879 കർദിനാളാക്കി ഉയർത്തിയിരുന്നു. 1890 അദ്ദേഹം നിത്യസമ്മാനത്തിനായി യാത്രയാവുകയും ചെയ്തു. 2019 ദിവംഗതനായ പോപ്പ് ഫ്രാൻസിസ് ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതും 2025 പോപ്പ് ലിയോ 14 വിശുദ്ധനെ വേദപാരംഗതനായി ഉയർത്തുവാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയതും ഈ വരുന്ന നവംബർ 1-നാണ് വിശുദ്ധനെ 38ാമത്തെ വേദപാരംഗതനാക്കി ഉയർത്തുന്നത്. വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കില്ല എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. വെസ്റ്റ് ബാങ്കിലെ എല്ലാ കുടിയേറ്റങ്ങൾക്കും ഇസ്രായേലി പരമാധികാരം ബാധകമാക്കുന്ന ബിൽ നെസറ്റിൽ പാസാക്കിയതോടെയാണ് വാൻസിന്റെ പ്രതികരണം.
2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം അമേരിക്കയിലേക്ക് മടങ്ങവെയാണ് വാൻസ് നിലപാട് വ്യക്തമാക്കിയത്. വെസ്റ്റ് ബാങ്ക് ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ചുള്ള നെസറ്റിന്റെ പ്രാഥമിക വോട്ടെടുപ്പ് തന്നെ വ്രണപ്പെടുത്തിയതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ എല്ലാ കുടിയേറ്റങ്ങൾക്കും ഇസ്രായേലി പരമാധികാരം ബാധകമാക്കുന്ന ബിൽ ഉചിതമായ തീരുമാനം അല്ലെന്നും വാൻസ് പറഞ്ഞു. വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കില്ല എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയം. അത് തങ്ങളുടെ നയമായി തുടരുമെന്നും വാൻസ് പറഞ്ഞു. ഗാസയിൽ ദീർഘകാലത്തേക്ക് സമാധാനം എങ്ങനെ നിലനിർത്താമെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ സമാധാനം നിലനിർത്താൻ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യാനും വാൻസ് ഇസ്രായേലിന് ആഹ്വാനം നൽകി. പുതിയ അന്താരാഷ്ട്ര സുരക്ഷാ സേന ഇനി ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ നേതൃത്വം വഹിക്കാൻ പോകുകയാണെന്നും വാൻസ് അറിയിച്ചു. എന്നാൽ നിരായുധീകരണത്തിന് സമയമെടുക്കുമെന്നും വാൻസ് പറഞ്ഞു. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നെസറ്റിന്റെ നീക്കം ഗാസയിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എതിർപ്പ് അവഗണിച്ചാണ് നെസറ്റിൽ ബില്ല് പാസാക്കിയത്. അമേരിക്ക ഇപ്പോൾ ബില്ലിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും അത് സമാധാന കരാറിന് ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ടെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. വത്തിക്കാൻ ലൈബ്രറിയിൽ ഇസ്ലാം മതസ്ഥർക്ക് പ്രത്യേക പ്രാർത്ഥനാ മുറി. വാർത്തകളിലെ യാഥാർത്ഥ്യം വിവരിച്ച് വത്തിക്കാനിൽ നിന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ്. വത്തിക്കാനിൽ മുസ്ലിം പള്ളി, മുസ്ലിം ആരാധനാലയം, മുസ്ലിം പ്രയർ റൂമൊക്കെ അനുവദിച്ചു എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ്. ഞാനിതേക്കുറിച്ച് വത്തിക്കാനിൽ ബന്ധപ്പെട്ട പലരുമായി ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അതായത് വത്തിക്കാൻ ലൈബ്രറിയിൽ പഠിക്കാൻ, പുസ്തകങ്ങൾ വായിക്കാൻ ഒക്കെ റിസർച്ച് നടത്താനൊക്കെയായി ചില മുസ്ലിം സഹോദരങ്ങൾ വന്നിരുന്നു. അവർ ലൈബ്രറിയുടെ ചാർജുള്ള വ്യക്തിയോട് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലമുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു പൊതുവായൊരു മുറിയുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, വാതിലടച്ച് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഇതേക്കുറിച്ച് ചില പത്രങ്ങൾ, റിപ്പബ്ലിക്കൻ പോലുള്ള പത്രങ്ങൾ അറിയിച്ചു, മുസ്ലിംസിന് പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തു. അവർ പറഞ്ഞു അവർക്ക് പ്രാർത്ഥിക്കാൻ, പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കാനൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, അത് പൊതുവായിട്ടുള്ളതാണ്, ആർക്ക് വന്നാലും പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരു പ്രത്യേക ഇത് ഉള്ളതല്ല, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഈ പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വത്തിക്കാനിൽ മുസ്ലിമിന് വേണ്ടി ആരാധനാലയം അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ഒരു പ്രയർ റൂം അനുവദിച്ചു എന്നൊക്കെ ഒരു പരസ്യമാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതിനായി സ്ഥാപനമോ ഒന്നുമില്ല. പ്രൈവറ്റായിട്ട് ചോദിച്ചു, അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതൊരു സ്ഥിര സംവിധാനമോ അല്ലെങ്കിൽ പ്രഖ്യാപനമൊന്നും അല്ല. അന്വേഷിച്ചപ്പോൾ അത് വത്തിക്കാൻ്റെ ഉന്നത അധികാരികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളൊരു ഡിക്ലറേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രൈവറ്റായിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ചോദിച്ചു. പക്ഷേ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതരത്തിലായി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വേർഷൻ ഇതാണ്, അല്ല എന്നോട് പറഞ്ഞതാണ്, ഇതൊരു ഔദ്യോഗിക അംഗീകാരമോ പ്രാർത്ഥന മുറിയോ പള്ളിയൊന്നുമല്ല, പഠിക്കാൻ വന്നവർക്ക്, വായിക്കാൻ വന്നവർക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പൊതുവായിട്ടൊരു മുറിയുണ്ട്, അവർ പ്രാർത്ഥിച്ചു. ഇത്രയേ ഉള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വത്തിക്കാനിൽ മുസ്ലിം പള്ളി തുടങ്ങി, മുസ്ലിം ആരാധനാലയം, പ്രാർത്ഥന മുറിയൊക്കെ അംഗീകരിച്ചു, ഔദ്യോഗികമായ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാൻ ഇത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു. CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും കർദിനാൾ മാർ ജോർജ് കുവക്കാടും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പാരോളിനുമായി കൂടിക്കാഴ്ച നടത്തി. CBCI പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കർദിനാൾ പരോളിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വത്തിക്കാനിലെത്തിയ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനുമായി കൂടിക്കാഴ്ച നടത്തി. ഒക്ടോബർ 23 നടന്ന കൂടിക്കാഴ്ചയിൽ കർദിനാൾമാർ ജോർജ് കുവക്കാടും സന്നിഹിതനായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിൽ ഇന്ത്യൻ കത്തോലിക്ക സഭയെക്കുറിച്ച് ഇരുവരും വിശദമായി ചർച്ച ചെയ്തു. 2026 ഫെബ്രുവരി 4 മുതൽ 10 വരെ ബംഗളൂരുവിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടക്കാനിരിക്കുന്ന CBCI ജനറൽ അസംബ്ലി ഉദ്ഘാടനം ചെയ്യാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കർദിനാൾ പരോളിനെ ഔദ്യോഗികമായി ക്ഷണിച്ചു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിന്റെ പകർപ്പുകളും ഇന്ത്യൻ കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ടും CBCI പ്രസിഡന്റ് കർദിനാൾ പരോളിന് സമ്മാനിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയ മത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളുടെ സാധ്യതകളെക്കുറിച്ചും ചർച്ചയിൽ പരാമർശിച്ചു. ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ഉടൻ അറിയിക്കുമെന്ന് കർദിനാൾ പരോളിൻ ഉറപ്പു നൽകി. ഒരിക്കൽ ലോകത്താകമാനം വിശ്വാസക്കുറവിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിരുന്ന ജനറേഷൻ സെറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന യുവതി യുവാക്കൾ ഇപ്പോൾ വളരെയധികമായി കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നുവെന്ന് പഠനങ്ങൾ. ഏതാനും ചില വർഷങ്ങളായി ലോകത്താകമാനമുള്ള കത്തോലിക്ക രൂപതകൾ റിപ്പോർട്ട് ചെയ്ത സംഗതിയാണ് 35 വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾ ആഴമേറിയ അനുഭവത്തിലൂടെയും തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത.
കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോകത്തിലെ പല കത്തോലിക്ക രൂപതകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രതിഭാസമാണ് 1997 മുതൽ 2012 വരെയുള്ള തലമുറയിൽ ജനിച്ചവരുടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള മുന്നേറ്റം, അതും കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള ആഴമേറിയ ബോധ്യത്തോടെയുള്ള കടന്നുവരവ്. ഇന്ന് 35 വയസ്സിന് താഴെയുള്ള യുവതിയുവാക്കളിൽ ഒരുപക്ഷെ നല്ലൊരു ശതമാനവും ഒരിക്കൽ ആധുനിക ജീവിത ശൈലിയോടും അതിന് സമരസപ്പെടുന്ന ചുറ്റുപാടിനോടും ഫാഷൻ, സംഗീതം മുതലായവയോട് ഇണങ്ങിച്ചേരുന്നതായും, പക്ഷേ ഇന്ന് അവരിൽ പകുതിയോളം പേരും വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ അടുത്തുവരികയാണെന്നും കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിലേക്കും ആചാരങ്ങളിലേക്കും കൂടുതലായി അടുത്തുവരികയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കോവിഡ് പാൻഡമിക്കിന്റെ ഒറ്റപ്പെടലിലും ദുഃഖത്തിലും വഴുതി വീണ ഒരുപാട് ജെൻസി യുവജനങ്ങൾ നിരാശയുടെയും ശരിയേത് തെറ്റേതെന്നുള്ള ധാർമ്മികതയുടെ ആശയക്കുഴപ്പത്തിലുമാണെന്നും അതിനെ മറികടക്കുവാൻ യുവജനങ്ങൾ കണ്ടെത്തിയത് ക്രൂശിതന്റെ തണലാണെന്നും അതുവഴി ആത്മീയ മന്ദതയുടെ കാലഘട്ടം കഴിഞ്ഞ് ജെൻസി തലമുറയുടെ പുത്തനുണർവിന്റെ പുതുകാലഘട്ടം പിറന്നെന്നും അത് കന്യാസ്ത്രീ മഠങ്ങളിലും സെമിനാരികളിലും അൽമായ പ്രേഷിത നേതൃത്വ നിരകളിലും കാണപ്പെടുന്ന യാഥാർത്ഥ്യമാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഫ്രാൻസിലെ ലേസാർസോൺ ബ്രസിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ള ലീബോ ഗ്രോട്ടോ പൂർണ്ണമായും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കൂടാതെ ലൂർദിലുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപത്തിന്റെ പകർപ്പായ ലീബോ ഗ്രോട്ടോയിലെ പരിശുദ്ധ മറിയത്തിന്റെ രൂപത്തിനെ ശിരച്ഛേദം ചെയ്ത നിലയിലും കണ്ടെത്തി. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ കഴിഞ്ഞ വർഷത്തെക്കാളും 13% കൂടുതലെന്ന് വ്യക്തമായ റിപ്പോർട്ടുകളുള്ള സാഹചര്യത്തിലാണ് ഈയൊരു ക്രൈസ്തവ അവഹേളനം. വിശ്വാസത്തിന്റെയും നന്ദിയുടെയും പ്രതീകമായി 1950 ഫ്രാൻസിലെ ലെസറോൺ ബ്രസിൽ പണികഴിപ്പിച്ച ലീബോയിലെ ഗ്രോട്ടോയാണ് ആക്രമികൾ അവഹേളിച്ചു നശിപ്പിച്ചത്. ലെസറോൺ ബ്രസിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭക്തിയുടെ സാക്ഷ്യമായി നിലകൊണ്ട ഗ്രോട്ടോയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണങ്ങൾക്ക് ഇരയായത്. ഗ്രോട്ടോയിലുണ്ടായിരുന്ന കന്യകാമാതാവിന്റെ രൂപത്തിനെ ചിരച്ഛേദം ചെയ്യുകയും ഗ്രോട്ടോയിലെ ആൾത്താര തകർത്തുമാണ് അക്രമികൾ ക്രൈസ്തവ സമുദായത്തോടുള്ള അവഹേളനവും അതിക്രമവും കാണിച്ചിരിക്കുന്നത്. ഒരിക്കൽ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി അനേകർ എത്തിയിരുന്ന അഭയസ്ഥാനമാണ് ഇന്ന് തകർന്നു കിടക്കുന്നത്. ചിരച്ഛേദം ചെയ്യപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിന് തിരുസ്വരൂപം ലൂർദിലെ തിരുസ്വരൂപത്തിന്റെ ചെറുപകർപ്പായിരുന്നു. സംഭവത്തിൽ തദ്ദേശവാസികൾ കടുത്ത ദുഃഖത്തിലും രോഷത്തിലുമാണ്. സംഭവത്തിൽ അധികാരികൾ ഖേദം പ്രകടിപ്പിച്ചു. കാരണക്കാരായവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗ്രോട്ടോ പുനരുദ്ധരിക്കണമെന്നും തദ്ദേശവാസികൾ ആവശ്യപ്പെട്ടു. ഷെക്കൈൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.